മറക്കുവാനാവുമോ മഹമൂദിനെ മരുഭൂവിൽ മലർപ്പെയ്ത മഹബൂബിനെ മക്കതൻ മൃദുമന്ദമാരുതനെ നന്മതൻ നാമായ നായകരേ നായകരേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പൊ നമ്മൾ അത്തിപ്പറ്റ ഫത്തുൽ ഫത്തായിലാണുള്ളത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. നമ്മൾക്ക് ഇവിടെ 3 ആളുകളെ കാണാൻ കഴിഞ്ഞു. നിങ്ങളെ പേരെന്തെയ്യുന്നു? മുഹമ്മദ് റിദ്വാൻ. മാഷാ അല്ലാഹ്. നിങ്ങളെ പേര്? മുഹമ്മദ് ഷാഹിദ്. നിങ്ങളെ പേര്? അർഷക്. ഇവരിവിടെ പഠിക്കണോ? ഇത് നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദിന്റെ മകനും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ രക്ഷകർത്താവുമായ ബഹുമാനപ്പെട്ട വാഹിദ് ഉസ്താദാണ്. ഉസ്താദ് ഇവര് ഇവിടെ പഠിക്കണം. ഇവർക്ക് പഠനവും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ കുട്ടികളെ കൂടെ തന്നെ എല്ലാം പഠിക്കുന്നുണ്ട്. ഒക്കെ എല്ലാം മിടുക്കന്മാരാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഇവിടെ എങ്ങനെ വന്നപ്പോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തിപ്പറ്റയിലാണ് ഇങ്ങനെ 3 ആളുകൾക്ക് കാഴ്ച പരിമിതിയുള്ള 3 ആളുകൾക്ക് അത്തിപ്പറ്റയിൽ ഇങ്ങനെ ഉണ്ട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. ഇന്ന് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം മണ്ണിനെ തേടി മനുഷ്യനെ തേടി ഉള്ള യാത്രയിൽ കുറച്ച് മനുഷ്യന്മാർ നമ്മളിങ്ങനെ കണ്ടുമുട്ടുകയാണ്. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട ഉസ്താദ് വാഹിദ് ഉസ്താദിന്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാനൊന്നും പാടില്ല. പക്ഷെ ഒരു ജനറ്റിക്കായ ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രവർത്തനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഉസ്താദ് കുറച്ച് പദ്ധതികൾ ഇവിടെ പറയുന്നുണ്ട്. അത് ഇവിടുത്തെ പേരെന്നെ ഫത്തുൽ ഫത്താഹാണ്. അതൊരു വല്ലാത്തൊരു ഫത്തഹ ഉണ്ടാക്കുന്ന എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ കാഴ്ച പരിമിതി, അതുപോലെ തന്നെ ഓട്ടിസം ബാധിച്ച ആളുകൾക്കൊക്കെ ഉസ്താദിന്റെ ഇവിടെ ഫത്തുൽ ഫത്താഹിന്റെ കീഴിൽ ഒരു ഏക്കറക്കണക്കിനുള്ള പ്രവർത്തനവും കാര്യങ്ങളുണ്ട്. അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതായത് അത്തിപ്പറ്റ ഫത്തുൽ ഫത്താഹ് ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് മാലോക്കർ അറിഞ്ഞിരിക്കുന്ന നിർബന്ധമാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഉസ്താദ് ഒന്ന് വിശദീകരിച്ച് സന്തോഷമായിരുന്നു. നമ്മൾ അത്തിപ്പറ്റ ഫത്തുൽ ഫത്താഹിന്റെ കീഴിൽ ഇപ്പോൾ നടക്കുന്ന ശരീഅത്ത് കോളേജ് നടക്കുന്നുണ്ട്. അതോടൊപ്പം 7.5 ഏക്കർ സ്ഥലം അൽഹംദുലില്ലാ വാങ്ങിയിട്ടുണ്ട്. അതിൽ പെൺകുട്ടികൾക്കൊരു സ്ഥാപനം, നിലവിൽ ആൺകുട്ടികളെ കുറച്ചങ്ങോട്ട് മാറ്റുക. അതോടൊപ്പം ഈ ഭിന്നശേഷിക്കാരായ ഓട്ടിസം അടക്കമുള്ള ഭിന്നശേഷിക്കാർക്കുള്ള സ്ഥാപനം, അതിതീവ്ര ഭിന്നശേഷിക്കാരെടുക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രായപരിധിയൊന്നും നോക്കാതെ കുട്ടികളാണെങ്കിൽ അവർക്ക് 4 കുട്ടികൾക്ക് 2 ടീച്ചറും ഒരായും വേണം. ആ രൂപത്തിലൊക്കെ ഇൻഷാ അല്ലാഹ് കേരളത്തിൽ 10 ലക്ഷം ഭിന്നശേഷിക്കാരുണ്ടെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ അവർക്ക് വേണ്ടതുപോലെ സ്ഥാപനങ്ങളൊന്നും എല്ലായിടത്തും ആയിട്ടില്ല. അതുകൊണ്ട് അത്തിപ്പറ്റ ഉസ്താദിന് ഒരുപാട് ഇഷ്ടവും സ്നേഹവുമായിരുന്നു. അത്തരം വിദ്യാർത്ഥികളെയും അത്തരം ആളുകളെയും കാണുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക, അവരെ കൂടെ നിൽക്കുക. പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരും നമുക്കൊക്കെ അകറ്റി നിർത്തുന്ന ഒരാളെ കണ്ടാൽ ഉസ്താദ് കൂടുതൽ അവരെ ചേർത്ത് നിർത്തും, അവരോട് വലിയ സ്നേഹം കാണിക്കും. അതൊക്കെ കണ്ടപ്പോൾ നമുക്കും ഫത്തുൽ ഫത്താഹിന്റെ കീഴിൽ അങ്ങനത്തെ ഒരു സ്ഥാപനം തുടങ്ങണം എന്ന നിലക്ക് ഇൻഷാ അല്ലാഹ് അതിന് സ്ഥലം വാങ്ങി ആ സ്ഥലം ഇൻഷാ അല്ലാഹ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 ഏക്കർ സ്ഥലമാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ഈ ഓട്ടിസം അതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥാപനം 3 ഏക്കർ സ്ഥലം ഇൻഷാ അല്ലാഹ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ പണി റമദാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിന്റെ പണികളൊക്കെ ആരംഭിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആയിൽ ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തുക, ദുആയിൽ ഉണ്ടാകണം. 7 ഏക്കർ 7.5 ഏക്കർ മൊത്തം മൊത്തത്തിലുള്ള അതിൽ 3 ഏക്കറയാണ് നമ്മൾ ഈ ഓട്ടിസം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റി വെച്ചത്. പിന്നെ ബാക്കിയുള്ള ഒരു 4.5 ഏക്കർ സ്ഥലത്ത് നമ്മള് മനോഹരമായ നാട്ടുകാർക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു പള്ളി, അതിലൊരു പിന്നെ അതിന് തൊട്ടടുത്ത് പെൺകുട്ടികൾക്ക് നല്ല മനോഹരമായൊരു സ്ഥാപനം ഹോസ്റ്റൽ സംവിധാനത്തോടു കൂടെ. അതേപോലെ ആൺകുട്ടികൾക്ക് ഇവിടെ നിലവിൽ സൗകര്യമില്ല, അതുകൊണ്ട് കുറച്ചാളുകൾ അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ആൺകുട്ടികൾക്കൊരു സ്ഥാപനം. പിന്നെ ഉദ്ദേശിക്കുന്ന പലതുണ്ട്. ഹോസ്റ്റൽ സൗകര്യം നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ട്. കാരണം ഇവിടെ അത്തിപ്പറ്റ പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ ഹബ്ബാണ്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പൊ ഇവിടെ ഈ കോളേജിലും ഈ വീടിലും ഈ ഹോസ്റ്റലൊക്കെ താമസിക്കുന്ന കുറെ കുട്ടികളുണ്ട്. അതിൽ ഭൂരിഭാഗവും മുസ്ലിം കുട്ടികളാണ്. അപ്പൊ അവർക്ക് ദീനി ചിട്ടയിൽ പഠിപ്പിക്കാൻ പറ്റുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായ ഒരു ഹോസ്റ്റലും കൂടെ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പദ്ധതിയിലുണ്ട്. എത്ര ബഡ്ജറ്റിലാണ് അതുകൂടെ പറയാൻ? ബഡ്ജറ്റ് ഇപ്പൊ നമ്മളങ്ങനെ ഇപ്പം ഈ ഓട്ടിസത്തിന്റെ അത്ര തീരുമാനിച്ചിട്ടില്ല. ഏതായാലും അൽഹംദുലില്ലാ ഉസ്താദിന്റെ പദ്ധതികള് അതുപോലെ തന്നെ ഉസ്താദ് ഇങ്ങനെ പ്രസംഗിച്ചപ്പോഴാണ് ഞാൻ ഉസ്താദിനോട് ഇങ്ങനെ ഉണർത്തിയപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ടുള്ളത്. അതായത് ഫത്തുൽ ഫത്താഹ് ഇത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഉത്തരേന്ത്യയിലേക്കും ഇവരുടെ പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കാനാണ്. അതുപോലെ തന്നെ 8 വർഷമാണ്. പക്ഷെ 8 വർഷത്തിന്റെ ഉള്ളിൽ 8000 പ്രവർത്തനങ്ങൾ അത്തിപ്പറ്റ സ്ഥിരമായിട്ട് ഫത്തുൽ ഫത്താഹ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേറെ സന്തോഷം. ഇവിടെ പഠിക്കണ കുട്ടികൾ ഇക്കൊല്ലം 8 വർഷം പൂർത്തിയാക്കി പുറത്തിറങ്ങാണ്. അവരുടെ പേര് ബിരുദം പോലും ഇൻഷാ അല്ലാഹ് അറിയിക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ ഇവിടെ നല്ല പാട്ടുകാരുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ മക്കളെ അങ്ങനെയൊക്കെ ഉള്ളവരെ എന്ത് ചെയ്യാം, നമ്മുടെ അത്തിപ്പറ്റയിലേക്ക്
ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആരും സങ്കടത്തോടെ മടങ്ങി പോയിട്ടില്ല. നമ്മുടെ ഉസ്താദ് പറഞ്ഞ പോലെ ഉസ്താദിന്റെ വഫാത്തിന്റെ സമയത്ത് ഒരു പിറ്റേ ദിവസം ഒരു വൈറലായ ഒരു പാവപ്പെട്ട ഒരു അന്യമതസ്ഥുള്ള സ്ത്രീ ഓമല അതിങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ഒന്നായിട്ട് ഏറ്റെടുത്ത സംഭവം ഞാനിന്നിങ്ങനെ അതാണ് ഓർത്തു പോണത്. എനിക്ക് ഇനി ആരും ഇല്ലല്ലോ, പക്ഷെ അത് അത്തിപ്പറ്റുണ്ട്, ഇവിടെ പരിഹാരം ഉണ്ട് ഇൻഷാ അല്ലാ. ഇവിടെ വന്നവരാരും ഖേദത്തോടെ മടങ്ങി പോയിട്ടില്ല ഇൻഷാ അല്ലാ. അപ്പൊ ഇവിടെ വായിദ് ഉസ്താദിനെ പോലത്തെ പ്രഗത്ഭരായ ഉസ്താദന്മാരാണ്, രക്ഷാകർത്തി ബഹുമാനപ്പെട്ട വായിദ് ഉസ്താദാണ്. നമ്മൾ ഫത്തുൽ ഫത്തായിൽ ഇങ്ങനൊക്കെ പ്രവർത്തനം ഉണ്ടെന്ന് അറിയിച്ചതാണ്. ഇൻഷാ അല്ലാ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ, നമ്മുടെ യാത്ര അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനിയും ഒരുപാട് മനുഷ്യരെയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മാലോകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. ഉസ്താദിന്റെ ആഗ്രഹം, ഡ്രീം, സ്വപ്നം, അതായത് റമദാൻ ആകുമ്പോ തന്നെ റമദാനിന് ഈ ഭൂമിക്ക് കുറച്ചുകൂടെ കാശ് കൊടുക്കാനുണ്ട്. അത് റമദാനിൽ പൂർത്തീകരിച്ചിട്ട് റമദാൻ കഴിഞ്ഞാല് ബിൽഡിങ്ങിന്റെ നിർമ്മാണം. അപ്പൊ ഇൻഷാ അല്ലാ നമ്മൾ ഫത്തുൽ ഫത്താഹിന്റെ ഒരു ഇത് അവിടുത്തെ ഒരു നമ്പറും കാര്യങ്ങളും ഞാൻ കമന്റിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഉസ്താദിന്റെ മൊയ്ബീങ്ങൾ അവർക്കൊന്നും കൂടി പ്രചോദനമായാലോ, പ്രേരണ ആയാലോ. അപ്പൊ റമദാന്റെ മുമ്പാണ് ഉസ്താദിന്റെ ആഗ്രഹം. ഇത് ഫത്തുൽ ഫത്താഹത്ത് വർത്താനല്ലേ, പക്ഷെ അതെന്തായാലും വിജയിച്ചിരിക്കും. ഇവിടെ എല്ലാം അങ്ങനെ തന്നെ അല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. ബിഹഖി നബീന മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.